പൊസിഷൻ ഒക്കെ നോക്കി സെമി ഫൈനൽ ആയതുകൊണ്ട് കുറച്ച് വലിഞ്ഞായിരിക്കും കളിക്കുന്നേ. എന്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവരെല്ലാവരും ഒന്ന് ഡോമിനേറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു പുഷ് ചെയ്ത് കളിക്കുന്ന ഒരു ടീമാണ്. പക്ഷേ സെമി ഫൈനൽ ആയതുകൊണ്ട് തന്നെ അവർ ആദ്യം ഈ ഒരു ലോബി എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കി കളിക്കാനായിരിക്കും ഒരു ഇത്. പക്ഷേ എൻ്റെ ആ ഒരു ഇത് അവര് റോങ് ആവണമെന്നാണ് എന്റെ ആഗ്രഹം. ആദ്യം തന്നെ എല്ലാരും പുഷ് ചെയ്ത് അടിക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. പക്ഷേ ഓക്കെ, അപ്പൊ ഗോകു പറഞ്ഞ പോലെ ഗോകുവിന്റെ ഒരു ഇത് റോങ് ആവട്ടെ, അങ്ങനെ തന്നെ ഞാനും പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഫൈറ്റുകൾ കണ്ട് തുടങ്ങാം. കൊമ്പനാണ് ആദ്യം ലാൻഡ് ചെയ്തത്. കൊമ്പൻ ഞാൻ അവിടെ താഴെ പോയി സേഫ് ആണോ നോക്കിയിട്ട് നിങ്ങളൊക്കെ വന്നാൽ മതി എന്നുള്ള സ്റ്റേറ്റ്മെന്റിലാണ്. TGA അവിടെ നമുക്ക് നോക്കാം പ്ലേയേഴ്സ് ഒക്കെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. കറന്റ്ലി എങ്ങും തന്നെ ഫൈറ്റുകൾ, ഇനീഷ്യൽ ഫൈറ്റ് കമ്മിറ്റ് ആയോ അവിടെ. KVയുടെ അടുത്തൊരു ഒരു വെടിവെച്ച് കേട്ടു, പക്ഷെ അവിടെ ആരും തന്നെ ഇല്ലെന്ന് തോന്നുന്നു. KVയുടെ അടുത്തായിട്ട് ആരുമില്ല. ഓ ഉണ്ട്, അറബി ഷെയ്ഖിനെ നോക്കാക്കുന്നു. ആദ്യത്തെ നോക്ക് അറബി ഷെയ്ഖ്, സെമി ഫൈനലിലെ ഫസ്റ്റ് നോക്ക് അറബി ഷെയ്ഖ് അവിടെ ഫിനിഷ് ആവുന്നു. ആദ്യത്തെ സെമി ഫൈനലിലെ ആദ്യത്തെ കില്ല് BS ക്യൂബൻ. KVയുടെ ഒരു സ്ഥലത്ത് ഒരു അറബി, KVയുടെ രണ്ടാമത്തെ ടൈമിന്റെ വേറൊരു KVയെ മൊട്ട അവിടെ അറബി JJ കൂടെ നോക്കാക്കുന്നു. അറബിക്ക് 2 പ്ലേയേഴ്സ് നഷ്ടമാവുന്നു. ഷെയ്ഖും അവിടെ പോയി, JJയും അവിടെ നഷ്ടമാവുന്നു. 2 പ്ലേയേഴ്സിനെയും ടീം അറബിക്ക് നഷ്ടമാവുന്നു. KVA വേഴ്സസ് ടീം അറബി. KVയുടെ ലൈനപ്പ് വേഴ്സസ് RHS7ന്റെ സെക്കൻഡ് ലൈനപ്പാണ്. നമുക്ക് നോക്കാം ഇവിടെ അറബി ടീം അറബിയിലെ ആൾക്കാർ കുറച്ച് ഷഫിൾഡ് ആയി പോയി. ഒരു ഇനീഷ്യൽ ഫൈറ്റ് KVA വേഴ്സസ് RZ7. തേർഡ് ലൈനപ്പാണോ? ഓക്കെ സോറി, RZ7ന്റെ തേർഡ് ലൈനപ്പാണ്. നമുക്ക് നോക്കാം ഇവിടെ KVയുടെ അറബിയിൽ ഒരു പ്ലെയറിനെ പണ്ണപ്പെടാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. അറബി കണ്ണില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നു. KVA ബഷീർ അവിടെ 3ാമത്തെ കില്ല് സെക്യൂർ ചെയ്യുന്നു. അറബിയെല്ലാം കൂടെ പുഷ് ചെയ്ത് വരുന്നുണ്ട്. സ്വന്തം ടീമിനായിട്ടിലെ കുറച്ച് പേരൊക്കെ ഡൗൺ ആണെങ്കിലും ആ ഒരു കോൺഫിഡൻസ് കളയാതെ തന്നെ അറബി പുഷ് ചെയ്ത് വരുന്നുണ്ട്. KVയുടെ ലൈനപ്പിലോട്ടാണ് പുഷ് ചെയ്ത് വരുന്നത്. നോക്കണമെങ്കിൽ KVA പുഷ് ചെയ്ത് വരുന്നുണ്ട്. അറബി ചാളിക്ക് ഒരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. KVA വേഴ്സസ് അറബി നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതിൽ ആര് ഡൗൺ ആയിട്ടുണ്ട്? ചാർലി പിക്ക്, അതേപോലെ KVA രണ്ടുപേരാണ് പിക്ക് ചെയ്തിട്ടുള്ളത്. നോക്കണമെങ്കിൽ അറബിക്ക് ഒരു നല്ലൊരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അറബി ആദ്യം തന്നെ ഒരു എക്സിറ്റ് ആവുമെന്ന് നോക്കാം. നോക്കണമെങ്കിൽ KVയുടെ റാപ്പ് ഒരു പിക്ക് എടുക്കുന്നുണ്ട്. മാലിക് ഡൗൺ ആണ്. ക്രിസ്റ്റി ഒരു പിക്ക് എടുക്കുന്നുണ്ട്. നമ്മുടെ സെൻഡെക്സ് ഡൗൺ ആണ്. അറബി നല്ല പോലെ പണി പാളിയ അവസ്ഥ. അറബി മാത്രം ബാക്കി, ഒരു പ്ലെയർ മാത്രം ബാക്കി. KVA അറബിയുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ബാക്കി മൊത്തം KVA നല്ലൊരു നോക്ക് ഇട്ടിട്ടുണ്ട് അവിടെ. അറബി ഫാഗിയാനോ 2 നോക്ക്. KVയുടെ 2 പ്ലേയേഴ്സിനെ പക്ഷെ ഇല്ല. തിരിച്ചു നല്ലൊരു കവർ വന്നു. ഫാഗിയാനോട് നല്ലൊരു കളി എന്ന് തന്നെ പറയണം. നല്ല 2 നോക്കാണ്. എനിക്ക് തോന്നുന്നു അറബിക്ക് ഒരു പ്ലെയർ മാത്രമേ ബാക്കിയുള്ളൂ തോന്നുന്നു. അത് ഈ ഫൈറ്റ് എടുക്കാതെ ബാക്ക് ഓഫ് ചെയ്തെന്ന് തോന്നുന്നു. KVA സെക്യൂറിംഗ് 9 kills, 9 കിലോ. അറബി മാക്ക് മാത്രം ബാക്കി. മാക്ക് ഈ ഏരിയയിലേ ഇല്ല. ഉണ്ട്, മാക്ക് കുറച്ച് അടുത്താണ്, അടുത്ത കോമ്പൗണ്ടിലാണ്. അറബിക്ക് വേണ്ടി മാക്ക് മാത്രമാണ് ബാക്കിയുള്ളത്. ടീം അറബിക്ക് വേണ്ടി മാക്ക് മാത്രം. ഞാൻ ഈ ഒരു സെമി ഫൈനലിൽ, കാരണം ഗ്രൂപ്പ് സ്റ്റേജസ് ഒക്കെ നല്ലോണം കളിച്ച് ക്വാളിഫൈ ആയവരാണ് ഈ ഒരു സെമി ഫൈനലിൽ കയറിയത്. അപ്പൊ അവർക്കൊക്കെ ഈ ഒരു മിസ്റ്റേക്ക് പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ കുറച്ചൊക്കെ ഒന്ന് സ്പ്ലിറ്റ് ആയിട്ടാണ് നമ്മുടെ അറബി RHS7ന്റെ ടീം ഇറങ്ങിയിട്ടുള്ളത്. KVയുടെ സൈഡിൽ നിന്ന് നല്ലൊരു ഇനിഷ്യൽ പുഷ്. നമുക്കൊരു കൈയടി കൊടുക്കാം. ഞാൻ കൊടുത്തു ഈഗിൾ ഗെയിമിംഗ്. സൗണ്ട് എഫക്ട്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൈയടിയൊക്കെ അത് അവർക്ക് കണ്ടേ, നമ്മൾ ഓരോ ദിവസം അപ്ഗ്രേഡഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ കിൽ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ 7 കില്ലാണ്. 7 കില്ല് സെക്യൂർ. അപ്പൊ 3 പ്ലേയേഴ്സ് ബാക്കിയുണ്ടെന്ന് തോന്നുന്നു ടീം അറബിക്ക് വേണ്ടിട്ട്. 7 കില്ലാണ്. ഒരു കില്ല് എടുത്തു. 8 കില്ലായി. ഓക്കെ, അപ്പൊ അറബിയിൽ 2 പ്ലേയേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ. ഇവിടെ 8 1 9. ഓക്കെ, അപ്പൊ ഒരു പ്ലെയർ മാത്രമാണ് ടീം അറബിക്ക് ബാക്കിയുള്ളത്. ടീം അറബിയിലെ മാക്കിന് ടീമിന് വേണ്ടിയിട്ട് ഒരു പൊസിഷൻ പോയിന്റ് എടുത്തു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുവാണെങ്കിൽ ഇവിടെ TBS കഴിഞ്ഞ ലോബിയിലെ ടോപ്പ് 1 അടിച്ച ടീമാണ് TBS. ഗ്രൂപ്പ് എയിൽ ടോപ്പ് 1 അടിച്ച ടീമാണ് TBSന്റെ സൈഡിൽ നിന്ന് എന്ത് അപ്രോച്ച് ആണെന്ന് നമുക്ക് നോക്കി നോക്കാം. പക്ഷെ ഒരു ക്രൂഷ്യൽ ഗെയിമിൽ വെറും 7 പ്ലേയേഴ്സിനെ വെച്ച് കളിക്കേണ്ടി വരുന്നു TPAക്ക്. ആൻഡ് ഇവിടെ നോക്കണം TGA versus CSK, ചങ്ങനാശ്ശേരി സൂപ്പർ കിങ്സ് versus TGA. ഇനിഷ്യലി ഫൈറ്റ് ആവുന്നു.
സോ നോക്കുവാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ട് ടീമും നല്ലപോലെ ഒരു ഫ്രാഗ് എടുക്കുന്ന ഒരു ടീമാണ്, നല്ലപോലെ കഴിവുള്ള ഒരു ടീമാണ്, നല്ല കിൽസ് എടുക്കുന്ന ഒരു ടീമാണ്, ഒരു അഗ്രസീവ്നെസ് കാണിച്ചിട്ടുള്ള രണ്ട് ടീമുമാണ്. സോ അവർ എങ്ങനെയായിരിക്കും നോക്കാൻ അടിപൊളിയിട്ടുണ്ട്. TGA വേഴ്സസ് CSK നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. TGA പുഷ് ചെയ്ത് അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. അവർ റൈറ്റ് ആംഗിൾ കളിക്കാൻ തന്നെയുള്ള പ്ലാനാണ്. അതുപോലെ തന്നെ CSK അവരുടെ റൈറ്റ് ആംഗിളിലോട്ട് പോകുന്നു. അവിടെ നല്ലൊരു അടിപൊട്ടാനുള്ള സാധ്യത. TGA വേഴ്സസ് CSK സെമി ഫൈനലിലെ ഒരു നല്ലൊരു ഫൈറ്റ് നമുക്ക് കാണാൻ പറ്റുന്ന തോന്നുന്നു. ഒരു ഫുൾ 10 ഫൈറ്റ് നമ്മളിവിടെ കാണാൻ പോവാണ്. ഒരുമിച്ചുള്ളത് ഒരു സ്പ്ലിറ്റ് ഫൈറ്റ് നമ്മൾ ഓൾറെഡി കണ്ട്, പക്ഷെ ഒരുമിച്ചുള്ള ഒരു 10v10 നമ്മളിവിടെ കാണാൻ പോകുന്നു. TGA വേഴ്സസ് CSK. നോക്കുകയാണെങ്കിൽ അവർ ആവശ്യത്തിന് അവർ കിട്ടുന്ന നല്ലൊരു ഏരിയയിൽ നല്ല ആ ഒരു ടൈമിംഗ് വരുമ്പോൾ തന്നെ ഫൈറ്റ് എടുക്കാന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുന്നത്. രണ്ടുപേരും റൊട്ടേറ്റ് ചെയ്ത് അടിക്കാനുള്ള പരിപാടിയാണ്. രണ്ട് ടീമും നല്ല പോലെ കളിക്കുന്ന ഒരു ടീമാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എക്സൈറ്റഡ് ആണ്. ഇത് എങ്ങനെയായിരിക്കും ഔട്ട്കം എന്ന് നോക്കാം. സോ TGA സ്പോട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും റൈറ്റ് ആംഗിൾ മാത്രമേ കളിക്കത്തുള്ളൂ എന്നുള്ള വാശിയിൽ വട്ടം നാരങ്ങ കളിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ. TGA വേഴ്സസ് CSK. സ്നേക്ക് ജോയിയെ നോക്കാക്കുന്നു. TGA സുരേഷ് നോക്കാക്കി ഇൻസ്റ്റന്റ് ഫിനിഷിംഗ് ചെയ്ത് കളയുന്നു. TGA ഫസ്റ്റ് പിക്ക് അവിടെ സെക്യൂർ ചെയ്തിരിക്കുന്നു. അവരുടെ അഗ്രഷൻ അവരിവിടെ തന്നെ കാണിക്കുന്നു. നമുക്ക് നോക്കാം. TGA സെക്യൂറിംഗ് ദ ഫസ്റ്റ് കിൽ ഫോർ ദ ടീം. നമുക്ക് നോക്കാം. CSK റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സുരേഷ് ആണ് അവിടെ ഫസ്റ്റ് പിക്ക് TGAക്ക് വേണ്ടിയിട്ട് സെക്യൂർ ചെയ്തിരിക്കുന്നത്. TGA വേഴ്സസ് CSK. അവിടെ CSK ബാക്ക് ഓഫ് ആവാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. ബാക്ക് ഓഫ് ആയിട്ടില്ല, അവർ ഒരുമിച്ച് ആ ഒരു ആംഗിളിൽ കളിക്കാനാണ്. നല്ല ടാക്കിൾ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം. TGA വേഴ്സസ് CSK. ഇത് TVയുടെ CSK അല്ല, ഇത് ചങ്ങനാശ്ശേരി സൂപ്പർ കിങ്സ് കാണാം. ആൻഡ് ഇവിടെ TGA രണ്ട് പ്ലേയേഴ്സ് അവിടെ അകത്ത് കളിക്കുന്നുണ്ട്. അവരവിടെ പെട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. TGA ലസ്സി CSK ലസ്സി അവിടെ നോക്കാനുള്ള ചാൻസ്. കൊമ്പൻ അവിടെ ലസ്സിയെ അടിച്ച് നോക്കാക്കിയിരിക്കുന്നു. കൊമ്പന്റെ വക ഒരു നോക്ക്. ലീഡിങ് ഫ്രം ദ ഫ്രണ്ട് എന്ന് പറയണം. കൊമ്പൻ അവിടെ ഒരു നോക്ക് എടുക്കുന്നു. സോ നോക്കുകയാണെങ്കിൽ CSK പലതായിട്ട് സ്പ്ലിറ്റ് ആയി പോയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ പണി പാളാൻ ചാൻസ് ഉണ്ട് CSK എന്തുകൊണ്ട് അങ്ങനെ ആയെന്ന് അറിയത്തില്ല. എന്തായാലും പെട്ടെന്ന് തന്നെ ടീം എല്ലാം സപ്പോർട്ടിനായിട്ട് അടുത്തൊരു നോക്കുകയാണെങ്കിൽ ലക്ഷ്മി അമ്മാളിനെ അവിടെ അടിച്ച് നോക്കാക്കുന്നു. TGAയുടെ റോബ് ലോക്കി അവിടെ നോക്കാവുന്നു. ഇൻസ്റ്റന്റ് അവിടെ റിവൈവൽ നടക്കുന്നു. CSKയുടെ ഫേസ് മദ്രാസിയെ ഓടിച്ചിട്ട് അടിക്കാനുള്ള പ്ലാനാണോ CSKയുടെ ബാറ്റ്മാൻ? ഇവിടുന്ന് പ്ലേയേഴ്സ് ഇവിടുന്ന് വരുന്നുണ്ട്. അവർ ആ ഫയർ കേട്ട് അങ്ങോട്ട് അടിക്കാൻ പോകാനുള്ള പ്ലാൻ. ആ ഒരാളെ വിട്ട് ബാക്കിയുള്ളവരെ അടിക്കാനുള്ള പ്ലാൻ. അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ ഒരു ലീക്കേജസ് കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരു പൊട്ടിത്തെറി നടന്നു. ഓൾറെഡി നടന്നു. സോ നമുക്ക് CSK വേഴ്സസ് TGA. നോക്കുകയാണെങ്കിൽ ഒരു ഫൈറ്റ് ഇത്ര നേരം നിൽക്കുന്നോണ്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. നോക്കുകയാണെങ്കിൽ ഈ തന്നെ ഒരു പിക്ക് എടുക്കുന്നു. ഓളോ ഒരു പിക്ക് എടുക്കുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ CSK രണ്ടുപേരാണ് പിക്ക് എടുത്തിട്ടുണ്ട്. TGA തിരിച്ചൊരു പിക്ക് എടുക്കുന്നു. റോബ് ലൂക്കിയാണ് എടുക്കുന്നത്. അയാം ബാറ്റ്മാൻ ഒരു പിക്ക് എടുക്കുന്നു. സൈക്കിൾ ഒരു പിക്ക് എടുക്കുന്നു. പൂക്കണ്ണൻ ഒരു പിക്ക് എടുക്കുന്നു. കൊച്ചു കുഞ്ഞോട് ഒരു പിക്ക് എടുക്കുന്നു. സിട്രോ അടുത്തൊരു പിക്ക് എടുക്കുന്നു. സിട്രോ നോക്കുകയാണെങ്കിൽ രണ്ട് പിക്കോടാണ് നിൽക്കുന്നത്. CSKക്ക് TGAക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു പിക്ക് എടുക്കുന്നുണ്ട്. സേവിയർ ഒരു പിക്ക് എടുക്കുന്നുണ്ട്. ടെയിൻ ഒരു പിക്ക് എടുക്കുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡിലും അതേപോലെ തന്നെ പിക്ക് എടുക്കുന്നുണ്ടെങ്കിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. TGAയിലെ കൊച്ചു കുഞ്ഞൊരു പിക്ക് എടുക്കുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ നല്ല പോലെ ഒരു ഫൈറ്റാണ് നിൽക്കുന്നത്. CSKക്കാണോ പണിയിട്ടുന്നത് TGAക്കാണോ പണിയിട്ടുന്നത് അറിയത്തില്ല. TGA സുരേഷ് സിട്രോൻ എടുത്തിട്ടുണ്ട്. അത് ഇൻസ്റ്റന്റ് റിവൈവലാണ് TGA എടുത്തോണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു CSKയിലെ ഒരാൾ മാത്രം ഒരു ഓടിപ്പോയ പ്ലെയറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ആ ഒരു ഫൈറ്റ് ചിലപ്പോൾ അവിടെ ജയിക്കാൻ സാധിച്ചേനെ. TGA വേഴ്സസ് CSK ആദ്യത്തെ ഫൈറ്റ് തന്നെ ഇങ്ങനെയാണെങ്കിൽ മുന്നോട്ടുള്ള ഫൈറ്റുകളൊന്നും ആലോചിക്കാൻ പോലും വയ്യ. വെരി വെൽ പ്ലേഡ് TGAയുടെ ഡോമിനേഷൻ ഈ ഒരു സെമി ഫൈനലിലും മുന്നോട്ട് തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പ് സ്റ്റേജിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ രണ്ടാമത്തെ മാച്ചസ് കുറച്ചൊന്ന് TGA ഒന്ന് സ്ലോ ഡൗൺ ആയി കളിച്ചെങ്കിലും മൂന്നാമത്തെ മാച്ച് നല്ലപോലെ ഡോമിനേറ്റ് ചെയ്താൽ കളിച്ചത്. അപ്പോൾ അതേപോലെ തന്നെ സെമി ഫൈനലിലോട്ട് ആദ്യം തന്നെ ഒരു ഡോമിനേഷൻ തന്നെയാണ് നമ്മൾ TGA കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വെൽ പ്ലേ ബൈ TGA. ഇവിടെ കില്ല് നോക്കുവാണെങ്കിൽ TGA വിത്ത് 9 കില്ലാണ് ഇപ്പൊ ടോപ്പ് ഓഫ് ദ ടേബിൾ നിൽക്കുന്നത്. തൊട്ട് താഴെ KVA വിത്ത് 8 കില്ല്, ബ്ലാക്ക് സ്ക്വാഡ് വിത്ത് 1 ആൻഡ് CSK വിത്ത് 1 ആണ് കറന്റ്ലി ഉള്ള കിൽ നോക്കുകയാണെങ്കിൽ. ആൻഡ് ബാക്കി ടീമുകൾ നമ്മൾ ആ ഒരു അഗ്രഷൻ ഇല്ലായ്മ നമ്മൾ എന്തായാലും കാണുന്നില്ല. എല്ലാ ടീമും കാണുന്ന ടീമിനെ എല്ലാം ഫൈറ്റ് എടുക്കാനുള്ള ട്രൈ ചെയ്യുന്നുണ്ട്. ആരും വിട്ടുപോകുന്നില്ല. ആൻഡ് ഈ ഒരു അഗ്രഷൻ കീപ്പ് ചെയ്യാൻ നോക്കാം. 8 ടീമും 57 പേരും സ്റ്റിൽ എലൈവ് ആയിട്ടുണ്ട്. നമുക്ക്
8 ടീമും എലൈവാണ്. ഒരാൾ എല്ലാവരും പൊസിഷൻ പോയിന്റിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കളിക്കുന്നു. ആൻഡ് ലൈവ് കാണാൻ വന്ന എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം. സോ നോക്കുവാണെങ്കിൽ ആ ഒരു KVക്ക് മാത്രമായിരിക്കും അവർക്കൊരു ഡൗട്ട്ഫുൾ, അതായത് 2 ലൈനപ്പും ഒരു ലോബി തന്നെ ഉണ്ട്. സോ നോക്കുവാണെങ്കിൽ അത് മിക്കവാറും ഈ KV വേഴ്സസ് KVA ആവേണ്ടി വരുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇന്നലെ നോക്കുകയാണെങ്കിൽ TP വേഴ്സസ് TP നമ്മൾ കണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് KV വേഴ്സസ് KVA കാണുമ്പോൾ നമുക്ക് കണ്ടറിയാം എന്തായാലും. സോ ഇവിടെ KVAക്ക് മാത്രമാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുള്ളത്. KVA വേഴ്സസ് KVA കളിക്കേണ്ട ഒരു സിറ്റുവേഷൻ. വേറെ ബാക്കി ആരുടെയും 2 ലൈനപ്പുകൾക്ക് ഒരുമിച്ച് കളിക്കേണ്ട ഒരു ഇത് വന്നില്ല. KVA ആ കാര്യത്തിൽ വളരെ അൺലക്കി എന്ന് പറയണം. TGA മല കയറിയില്ല, അവനെ അടിക്കാനുള്ള പരിപാടിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. മദ്രാസിയിൽ വരെ ഓടിച്ചിട്ട് അടിക്കുന്നാണ് TJ പറയുന്നത്. നോക്കാം മദ്രാസി എത്താൻ പറ്റുമൊന്നും ഇല്ല. മദ്രാസിയുടെ നടുക്ക് വെച്ച് തന്നെ പോലീസ് അവിടെ ചെക്കിംഗ് കൊണ്ട് നമ്മുടെ KVA അവിടെ നിൽക്കുന്നുണ്ട്. KVA അടുത്തേക്കാണോ മദ്രാസി ഓടി വരുന്നത്? പൊട്ടുപുറകിൽ TGA, മുന്നിൽ പുറകിൽ KVAയും, ഫ്രണ്ടിൽ TGAയും, മുന്നിൽ KVAയും പുറകിൽ TGAയുമാണ് നമുക്ക് കറന്റ് ഇപ്പം ഫേസ് മദ്രാസിയുടെ അടുത്തുള്ളത്. എങ്ങോട്ടേലും ഓടി രക്ഷപ്പെടാൻ അങ്ങനെ നോക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ TGA നമുക്ക് മാപ്പ് എന്ന് നോക്കി വെക്കാം. മാപ്പില് സോണിലേക്കൊക്കെ പ്ലേയേഴ്സ് എല്ലാം വരുന്നതേ ഉള്ളൂ. ആൻഡ് ഇവിടുന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ TGA KVAയുടെ അടുത്തോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ നടുക്കൊരാളുണ്ട്. ആൻഡ് ഇവിടെ ഒരാൾ ആരാണ്? ഇത് അറബി മാക്കാണ്. മാക്ക് സോൺ ടിപ്പാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. RSH7 വൈപ്പായിട്ടില്ല. ഒരു പ്ലെയർ ബാക്കിയുണ്ട്. RSH7 ഒരു പ്ലെയർ ബാക്കിയുണ്ട്. മിക്കവാറും TGA വേഴ്സസ് KVA നടക്കാനുള്ള എല്ലാം ഞാൻ കാണുന്നുണ്ട്. നമ്മുടെ മദ്രാസിയാണ് ആ ഒരു അടിക്ക് ഒരു പിന്തുണ ചെയ്തത്. സോ നോക്കുവാണെങ്കിൽ KVAയുടെ അടുത്തോട്ടാണ് TGA വന്നുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ഫൈറ്റ് നമുക്ക് മിക്കവാറും കാണാം. TGA വേഴ്സസ് KVA കാണാൻ പറ്റുമെന്ന് നോക്കാം. ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്, ഈ ടൂർണമെന്റിലെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ടീംസ് ആണ് ഇപ്പൊ കറന്റ് കോമ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് പ്ലേയേഴ്സ് ആയിരിക്കും. ഓരോ ഗ്രൂപ്പിൽ നിന്ന് 3 പേര് വെച്ച് ഫൈനൽസിലോട്ട് ക്വാളിഫൈ ചെയ്യാൻ പോകുന്നത്. ഫൈനൽസിൽ 12 ടീമായിരിക്കും ഒരു ലോബിയിൽ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അറ്റ് എ ടൈം 12 പേര്. ബെസ്റ്റ് ഓഫ് 5 ആണ് കറന്റ് നമ്മൾ, ബെസ്റ്റ് ഓഫ് 5 അല്ല, 5 മാച്ചസ് ആണ് കറന്റ് നമ്മൾ ഇതാക്കിയിരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം ഇതിലേക്ക് ആരൊക്കെ ഫൈനൽസിലേക്ക് പോകുമെന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. ആൻഡ് മാപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ സ്റ്റിൽ എല്ലാവരും വരുന്നതേ ഉള്ളൂ സോണിനകത്തോട്ട്. 40 സെക്കൻഡിൽ സോൺ ഹോൾഡ് മാറുന്നതായിരിക്കും. അടുത്തൊരു സോൺ എവിടോട്ട് വരുമെന്ന് നമുക്ക് നോക്കാം. സോ നോക്കുകയാണെങ്കിൽ TGA ഒരു ഇന്ന സ്ഥലം പിടിക്കണം എന്നുള്ളൊരു ഇതിലല്ല നിൽക്കുന്നത്. ആരെയൊക്കെ കണ്ടാലും അവരെ ഫൈറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് TGA ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. സോ നോക്കാം നമുക്ക്. എല്ലാവർക്കും പോയിന്റിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായി തുടങ്ങി അല്ലേ ഗോകു? എല്ലാരും കുറച്ചൊന്ന് ഒതുങ്ങി കളിക്കുന്നു. അറബി മാക്കിന്റെ അടുത്തേക്ക് KVA. മാക്ക് അവിടെ ഒരു മരമായിട്ടിരിക്കുന്നു. പക്ഷെ KVA കണ്ടില്ല, രക്ഷപ്പെട്ടിരിക്കുന്നു മാക്ക് അവിടെ. എന്നുള്ള പേരാണെങ്കിൽ ലെനോവെ പോലെ ആയിരിക്കും ഇപ്പൊ ഇരുന്ന് ചൂടാവുന്നത് നമ്മുടെ മാക്ക്. എന്തായാലും മാക്ക് അവിടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. TGA വേഴ്സസ് KVA ആവാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ ഞാൻ കാണുന്നുണ്ട്. KVA നേരെ TGAയുടെ അടുത്തോട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം എന്തായാലും. TVX CSK ആണോ ഇത്? അല്ലല്ല, ഈ അതാ CSK അല്ല, ഇത് വേറെ CSK ആണ്. മാക്ക് സ്റ്റിൽ അവിടെ ഒളിച്ചിരിക്കുകയാണ്. ഒരു പൊസിഷൻ പോയിന്റ് കിട്ടുമോ എന്നുള്ളൊരു രീതിയിലാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. TVയുടെ എല്ലാ ലൈനപ്പിന്റെ മുന്നിൽ ഒരു TV എന്നുള്ളൊരു പേര് കാണും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കാം. അതെ, TVയുടെ ലൈനപ്പ് ആണെങ്കിൽ KVAയിലെ എല്ലാ പ്ലേയേഴ്സും അവിടെ തന്നെ ഉണ്ട്. ആൻഡ് മാക്ക് ഇവിടുന്ന് സ്റ്റിൽ അനങ്ങിയിട്ടില്ല. സോൺ ടിപ്പ് തന്നെ കളിക്കാനാണ് പ്ലാൻ. അതുപോലെ തന്നെ നമ്മുടെ CSKയിലെ ഒരു പ്ലെയർ ഇവിടെ മലയില് ലെഫ്റ്റില് ബാക്കിൽ ദേ ഇരിക്കുന്നു. ദേ അത് കളിയാക്കാനായിട്ടൊന്നുമില്ല. ടീമിലെ എല്ലാരും പോയി കഴിയുമ്പോൾ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്ത് ഒരു പൊസിഷൻ പോയിന്റ് എടുക്കുക എന്നുള്ളത് അതേ ചെയ്യാനുള്ളൂ ഇതിനകത്ത്. വേറെ ഒരാൾക്ക് ഒന്ന് 10 പേര് അടിക്കാൻ പറ്റൂലല്ലോ. സത്യം. സോ എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു KVA വേഴ്സസ് TGA. വേറെ ആൾക്കാർ തമ്മിൽ ഒന്നും ഇതുവരെ എങ്ങും കണ്ടുപിടിയിട്ടില്ല. അവർ 2 പേര് മാത്രമേ സോണിലേക്ക് വന്നിട്ടുള്ളൂ. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ TBSന്റെ ലൈനപ്പ് ഇവിടെ ഉണ്ട്. ആൻഡ് ഇവിടെ RMDX CPA
ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമ്മുടെ ടോക്കിയോ ഇവിടെ ഉണ്ട്. ആൻഡ് ബ്ലാക്ക് സ്ക്വാഡ്. ഇത്രയും സ്ക്വാഡുകളാണ് കറന്റ് ഇപ്പൊ നമുക്കുള്ളത്. ആൻഡ് അഗൈൻ സോൺ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. സോൺ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് വന്നിരിക്കുന്നത് നമ്മുടെ അടുത്തൊരു സോൺ എന്ന് പറയണത്. നമുക്ക് നോക്കാം. ഓക്കെ, RMD അടുത്തോട്ടാണ് നമ്മുടെ ടോക്കിയോ വന്നുകൊണ്ടിരിക്കുന്നത്. ടോക്കിയോ RMD ആയിട്ടൊരു ഫൈറ്റ് എടുക്കുന്നത് ലാസ്റ്റ് പ്ലെയറിനെ മദ്രാസി കൊന്നു കളഞ്ഞിരിക്കുന്നു അവിടെ. ഒരു ടീം, ആദ്യത്തെ ടീം നമ്മുടെ സെമി ഫൈനലിൽ നിന്ന് എലിമിനേറ്റ് ആയിരിക്കുന്നു. ഓ, ഇവിടെ RMD വേഴ്സസ് ടോക്കിയോ. RMD വേഴ്സസ് ടോക്കിയോ. ടോക്കിയോ സ്റ്റാൻലി പോക്കിടാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്തതാണ്, അതാണ് പണി പാളിയത്. 6 പ്ലേയേഴ്സ് മാത്രമേ ഇനി TPAക്ക് ബാക്കിയുള്ളൂ. സെമി ഫൈനൽ പോലത്തെ ഒരു ക്രൂഷ്യൽ മാച്ചിൽ അവരുടെ 3 പ്ലേയേഴ്സ് ജോയിൻ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 6 പ്ലേയേഴ്സ് മാത്രം ബാക്കി. ടോക്കിയോക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ടോക്കിയോനെ ആ ഒരു സ്ഥലത്ത് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന തന്നെയാണ് നമ്മുടെ RMD TPA ട്രൈ ചെയ്യുന്നത്. ടോക്കിയോ നോക്കുകയാണെങ്കിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കയറി വരാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. ടോക്കിയോ ഇത് എന്തുകൊണ്ടും ഇത് ഇവർക്ക് പണി കിട്ടാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. കാരണം RMDക്ക് ഈ ഒരു ഫൈറ്റ് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ വണ്ടേഴ്സ് കാണിക്കേണ്ടി വരും. അതുപോലെ അവർ ഫൈറ്റ് എടുത്താലേ പറ്റത്തുള്ളൂ. കാരണം മാൻ അഡ്വാൻറ്റേജ് വൈസ് 10 പേരുണ്ട്. അവര് ഒരു 10 vs 6 അടിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും നമ്മുടെ ഒരു ചെറുക്കനെ തൊട്ടതല്ലടാ, നമുക്ക് അവന്മാരെ എടുത്തിട്ട് തന്നെ പോകാന്നുള്ളൊരു ചിന്തയിലായിരുന്നു ആദ്യമെങ്കിലും. പിന്നെയാണ് ആലോചിച്ചത് പൊസിഷൻ ടേബിൾ പിടിക്കുന്നില്ല ഏറ്റവും കൂടുതൽ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് TPA വീണ്ടും അവിടുന്ന് റൊട്ടേറ്റ് ചെയ്യുവാണ്. നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷുപ്പു ഷുപ്പുവിന് നല്ല പോലെ പൊട്ടു. പക്ഷെ ഷുപ്പുവിനെ അവര് സ്പോട്ട് ചെയ്തിട്ടില്ല. അവരും റൈറ്റ് ആംഗിൾ കറങ്ങുവാണ്. ഷുപ്പു തീ തുപ്പുമോ നമുക്ക് കണ്ടറിയാം. നോക്കുവാണെങ്കിൽ ടോക്കിയോയുടെ ആ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഷുപ്പു നോക്കുന്നത്. സോ നോക്കുവാണെങ്കിൽ TPA വേഴ്സസ് ടോക്കിയോ ആണ് വരാൻ പോകുന്നത്. ടോക്കിയോയും TPAയും കൂടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. വെറും കുറച്ച് പ്ലേയേഴ്സ് മാത്രമാണ് TPAയിൽ ബാക്കിയുള്ളത്. TPAക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? TPAക്ക് ഇവിടെ ഒരു മാജിക് കളിക്കാൻ പറ്റുമോ? TPAക്ക് ഇവിടെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് കണ്ടറിയാം. ടോക്കിയോ വേഴ്സസ് TPA. സോ നോക്കുവാണെങ്കിൽ നമ്മുടെ ടോക്കിയോയുടെ സാംസങ്ങിന്റെ പേര് തെറ്റിയുണ്ടായ മെക്സങ് അവിടെ നിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ആദ്യത്തെ നോക്ക് ഇടുന്നു, രണ്ടാമത്തെ നോക്ക് ഇടുന്നു. അവർ RMD TPA മൂന്നാമത്തെ ഒരു നോക്ക് തിരിച്ചിടുന്നുണ്ട്. ആൻഡ് ഇൻസ്റ്റന്റ്ലി ഫിനിഷ് ഓഫ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ടോക്കിയോയുടെ ഒരു പ്ലെയറിനെ ഒരു കിൽ പോയിന്റ് അവരവിടെ സെക്യൂർ ചെയ്യുന്നുണ്ട്. അടുത്തൊരു പ്ലെയറിനെ ടോക്കിയോയുടെ സൈഡിൽ നിന്ന് അടുത്തൊരു നോക്കും കൂടി TPAക്ക് വേണ്ടിയിട്ട് ഇട്ടു. ഓക്കെ, ആൻഡ് ഒരു പ്ലെയർ, 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി TPA വേഴ്സസ് ടോക്കിയോ. 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. ടോക്കിയോയുടെ അടുത്തൊരു പ്ലെയറിനെ അവർ ഫിനിഷ് ഓഫ് ആക്കി കളയുന്നു. ടോക്കിയോക്ക് 2 പ്ലേയേഴ്സിനെ അവിടെ നഷ്ടമായിട്ടുണ്ടെന്ന് തോന്നുന്നു. 2 കിൽ പോയിന്റ്. ലാസ്റ്റ് മാൻ ഫോർ TPA അവിടെ വൈപ്പ് ഓഫ് ആവാൻ പോകുന്നു. TPA ഇല്ല, ഷുപ്പു ഉണ്ട്. ലാസ്റ്റ് മാൻ ഷുപ്പു TPAക്ക് വേണ്ടിയിട്ടുണ്ട്. അവിടെ എവിടെയോ ഷുപ്പു ഒളിച്ചിരിക്കുമെന്ന് തോന്നുന്നു. ഷുപ്പു ഓടിയിരിക്കുന്നു. ലാസ്റ്റ് മാൻ ഷുപ്പു ഓടിയിരിക്കുന്നു. ആൻഡ് വെരി വെൽ പ്ലേഡ് ടോക്കിയോ അവിടെ നല്ലൊരു വൈപ്പ് എടുക്കുന്നു. ആൻഡ് ടോക്കിയോക്ക് നോക്കുവാണെങ്കിൽ 2, 4, 6, 7 പേർ, 7 പ്ലേയേഴ്സ്, 8 പ്ലേയേഴ്സ് ആണെന്ന് തോന്നുന്നു ടോക്കിയോക്കുള്ളത്. ബാക്കി പ്ലേയേഴ്സിനെയൊക്കെ അവർ ഫിനിഷ് ഓഫ് ആക്കി കളഞ്ഞു. നല്ലൊരു പെർഫോമൻസ് ഫ്രം ടോക്കിയോ. ആൻഡ് കറന്റ് പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ TGA വിത്ത് 9 ഫ്രാഗ്, KVA വിത്ത് 8, ടോക്കിയോ വിത്ത് 6 ആൻഡ് ബ്ലാക്ക് സ്ക്വാഡ് വിത്ത് 2, RMD TPA വിത്ത് 2, CSK 1 ആണ്. പക്ഷെ അവർ എലിമിനേറ്റ് ആയി. ആൻഡ് RS7 0 kills ആൻഡ് TBS 0 kills. TBS നോക്കുകയാണെങ്കിൽ നല്ല ഡോമിനേറ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരുന്ന TBS പെട്ടെന്ന് ഒതുങ്ങി കളിക്കുന്നത് പോലെ തോന്നുന്നല്ലേ MRC ഗോകു? അതെ. TBS നോക്കുകയാണെങ്കിൽ TBSനൊക്കെ നല്ല കഴിവുണ്ട്. സോ മേ ബി ഫസ്റ്റ് മാച്ച് ഒന്ന് പതുങ്ങി കളിക്കുക എന്നുള്ളൊരു കോളൗട്ടായിരിക്കും മിക്കവാറും TBSന്റെ ആ ഒരു ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. എന്തായാലും എല്ലാവരും മിക്കുള്ളവരും അങ്ങനെയാണ്. KVയുടെ ഒരു ഫൈറ്റ് നമ്മൾ ജസ്റ്റ് മിസ് ചെയ്തെങ്കിലും എല്ലാ ടീമും ഒന്ന് ലാസ്റ്റ് സോണിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നത്. ലെറ്റ്സ് സീ. സോ 7 ടീമും 48 പ്ലേയേഴ്സും മാത്രം ബാക്കി. ആൻഡ് സോൺ ടൈം 42 സെക്കൻഡിനുള്ളിൽ സോൺ ക്ലോസ് ആവുന്നതായിരിക്കും. 39 സെക്കൻഡിനുള്ളിൽ ഈ ഒരു സോൺ ക്ലോസ് ആവുന്നതായിരിക്കും. അടുത്ത സോൺ എങ്ങോട്ട് പോകുമെന്ന് നോക്കാം നമുക്ക്. TG നോക്കുകയാണെങ്കിൽ നമ്മുടെ KVയുടെ സെക്കൻഡ് ലൈനപ്പിന്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. സോ BS വേഴ്സസ് TGA ഇല്ല, നടക്കത്തില്ല. TG എന്തായാലും റൊട്ടേറ്റ് ചെയ്ത് പോവാണ്.
സോ ടി ജിയെ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് കയറി മല ഹോൾഡ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. പക്ഷെ മലയിൽ ടോക്കിയോ ഉണ്ടെന്നുള്ള കാര്യം ടി ജിക്ക് അറിയത്തില്ല. ടി ജി വേഴ്സസ് ഇല്ല, വീണ്ടും ഒരു ഡയറക്ഷൻ മാറി, വേറൊരു ഡയറക്ഷനിലോട്ട് പോവാണ്. കാറ്റ് എങ്ങോട്ട് അടിക്കുന്നോ അതേ വഴിയാണ് നമ്മുടെ കൊമ്പൻ ടി ജിനെ നയിച്ചുകൊണ്ട് പോകുന്നത്. സോ 5 സെക്കൻഡിൽ സോൺ മാറുന്നതായിരിക്കും. ഈ സോൺ എങ്ങോട്ട് ഷിഫ്റ്റ് ആവും നമുക്ക് നോക്കാം. ആർക്ക് ഫേവറബിൾ ആയിട്ടായിരിക്കും ഈ സോൺ വരാൻ പോണതെന്ന്. ഏതാ നമുക്ക് കെവിക്കും അടിക്കുന്നത്, കെവിയും ആ സൈഡിലോട്ടാണ് പോകുന്നത്. സോ ടി ജിയെയും ബ്ലാക്ക് സ്ക്വാഡും ആണ് സോണിന്റെ അടുത്തുള്ള 2 ഗാങ്സ് എന്ന് പറയുന്നത്. അവർ സോണിലേക്ക് കയറാൻ പോവാണ്. നമുക്ക് നോക്കാം. ബച്ചീറ മാത്രം ഇവിടെ ഒറ്റയ്ക്ക്. കെവിക്ക് ഒരു പ്ലെയറിനെ നഷ്ടമാവുന്നു. ബച്ചീറ മാത്രം അവിടെ ഒറ്റയ്ക്ക് നിന്നു. പക്ഷെ TBSലെ പ്ലെയർ അവരെ നോക്കാക്കി ഫിനിഷ് ചെയ്യുന്നു. അതെന്താന്ന് മനസ്സിലാവുന്നില്ല. ബാക്കി കെവിയുടെ മെമ്പേഴ്സിന്റെ കൂടെ ഇല്ലായിരുന്നു. മേ ബി ചിലപ്പം റീകണക്ട് ആയി തിരിച്ചു വന്നതായിരിക്കും. അൺലക്കി എന്ന് പറയേണ്ടി വരും. ജോസൂട്ടിക്ക് നല്ല ടാഗ് ഇടുന്നു. ജോഡക്സ്പിക്ക് അവിടെ നോക്കെടുക്കുന്നു. അതുപോലെ വിക്ടോ അവിടെ നോക്കെടുക്കുന്നു. ജോഡക്സ്പിക്ക് അടുത്ത് നോക്കെടുക്കുന്നു. MG ഒരു നോക്കെടുക്കുന്നു. കെവിക്ക് വേണ്ടി ഹൈഡ്രോ ഒരു നോക്കെടുക്കുന്നു. കെവിക്ക് വേണ്ടി ക്യൂബിൻ ഒരു നോക്കെടുക്കുന്നു. MG ഒരു നോക്കെടുക്കുന്നു. ക്യൂബിൻ അടുത്ത് നോക്കെടുക്കുന്നു. കൊച്ചുഞ്ഞെ നോക്കുന്നു. വിംപി ഒരു പ്ലെയർ മാത്രം ബാക്കി. വൈപ്പിംഗ് ഓഫ് KVA അവിടെ TJ അടിച്ച് വൈപ്പാക്കിയിരിക്കുന്നു. KVA വേഴ്സസ് TJ. 1 മിനിറ്റ് പോലും ആ ഫൈറ്റ് ലാസ്റ്റ് ചെയ്തില്ല. 1 മിനിറ്റിൽ ആ എന്റെ സ്കോഡിനെ KVA അവിടെ അടിച്ച് വൈപ്പ് ഓഫ് ആക്കി. TJയുടെ മെയിൻ ലൈനപ്പിനാണ് KVയുടെ സെക്കൻഡ് ലൈനപ്പ് വൈപ്പാക്കിയിരിക്കുന്നത്. സോ നോക്കുകയാണെങ്കിൽ വെൽ പ്ലേഡ് ഫ്രം BS KVയുടെ ലൈനപ്പ്. സോ KVയുടെ മെയിൻ ലൈനപ്പ് ഈ ഒരു ഏരിയ നിൽക്കുന്നോട് പറയുകയാണെങ്കിൽ ഈ ഒരു മാച്ചിൽ ചെറുതോ വലുതോ എന്നുള്ള ടീമല്ല, എല്ലാരും ടോക്കിയോ എടുത്തോട്ട് വരുന്നു. അടുത്തൊരു ഫൈറ്റ് ഇവിടെ നടക്കാനുള്ള ചാൻസ്. KVA വേഴ്സസ് ടോക്കിയോ. KVAക്ക് ഒരു പ്ലെയർ ഇല്ല. ബഷീർ സ്പെക്കിലാണ്. KVAക്ക് ഒരു പ്ലെയർ ഇല്ല. നമുക്ക് നോക്കാം. KVA വേഴ്സസ് ടോക്കിയോ ആവുന്നു. ടോക്കിയോ കണ്ടിരിക്കുന്നു. ടാഗ് കൊടുക്കുന്നു. ഡാന്റേക്ക് നല്ല ടാഗ് കിട്ടുന്നു. ഡാന്റേ നോക്കായി. കക്കാച്ചി അവിടെ നോക്കിടുന്നു. സ്റ്റാൻലിക്ക് നല്ല ടാഗ് കിട്ടുന്നുണ്ട്. സ്റ്റാൻലിയെ നോക്കാക്കാൻ പറ്റുമോ? സ്റ്റാൻലിയെ നോക്കാക്കി. റാപ്പ് അവിടെ KVAക്ക് രണ്ടാമത്തെ നോക്കിട്ട് കൊടുത്തിരുന്നു. KVA വേഴ്സസ് ടോക്കിയോ. നല്ല ടാഗ് കിട്ടുന്നു. ടോക്കിയോക്ക് പെരുന്നാൾ അടിയാണ് പുറകിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കക്കാശി ആ നോക്ക് ഫിനിഷ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു റിഡ്ജ് കവറിലെത്തിയിരിക്കുന്നു ടോക്കിയോ. നോക്കുകയാണെങ്കിൽ വേറെ 5 പ്ലേയേഴ്സാണ് ടോക്കിയോക്ക് ഇനി ബാക്കിയുള്ളത്. ആ ഒരു മാൻ കൗണ്ട് എന്തായാലും കുറഞ്ഞിട്ടുണ്ട് ടോക്കിയോക്ക്. സോ അതുകൊണ്ട് നല്ല പോലെ പണിയിട്ട് എന്തായാലും ഓപ്പണിൽ പോയി മണ്ടത്തരം കാണിക്കാൻ നമ്മുടെ KVA അവിടെ നിന്നില്ല. KVA പിക്ക് എടുത്തു. അതേപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എനിക്കൊന്ന് കറങ്ങി ഒരു ഫൈറ്റ് എടുക്കാനുള്ള ഒരു പരിപാടിയാണ് തോന്നുന്നത്. എന്തായാലും ഓപ്പണിൽ പോയി മണ്ടത്തരം കാണിച്ചിട്ടില്ല KVA. സോ നോക്കുകയാണെങ്കിൽ 6 ടീമാണ് ഇനി ബാക്കിയുള്ളത്. 36 പ്ലേയേഴ്സാണ് ഇനി ഉള്ളത്. സോ ഇത് പറഞ്ഞ പോലെ അല്ല, കുറച്ചൊന്നും അങ്ങനെ ടീമൊന്നും വലുതായിട്ട് ഒന്ന് പിടിച്ചിരുത്തി കളിക്കുന്നൊന്നുമില്ല. ഫൈറ്റ് കാണുകയാണെങ്കിൽ അവിടെ ഫൈറ്റ് അറ്റംപ്റ്റ് തന്നെ എടുക്കുന്നുണ്ട്. അതും നല്ല പോലെ തന്നെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാല് ക്വാളിഫയേഴ്സ് കളിച്ചതുപോലെ ബ്ലൈൻഡ് ആയിട്ട് ഒരു ടീമിനോട് പുഷ് ചെയ്ത് പോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ക്വാളിഫയേഴ്സിലെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ടോപ്പ് ടീംസ് മാത്രം കോമ്പീറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് സെമി ഫൈനൽസ് എന്ന് പറയുന്നത്. സോ ആദ്യത്തെ നമ്മൾ മാച്ചിലൊക്കെ കണ്ടതുപോലത്തെ അഗ്രഷൻ ഇവിടെ എടുക്കുകയാണെങ്കിൽ നല്ല പെരുന്നാൾ അടി അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുമെന്നുള്ള ബോധ്യം എല്ലാ ടീമുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ട്. ആ ഒരു സാധനം കൊണ്ട് നമുക്ക് ഫൈറ്റുകളൊക്കെ ലാസ്റ്റ് സോണിലേക്ക് മാത്രമേ കാണാൻ പറ്റൂ എന്നുള്ളൊരു കാര്യം എന്തായാലും ഉറപ്പാണ്. അപ്പം നമുക്ക് നോക്കി നോക്കാം. 6 ടീം സ്റ്റിൽ അലൈവാണ്. 8 ടീമായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അതിൽ 6 ടീം സ്റ്റിൽ അലൈവാണ്. TJയും അതേപോലെ തന്നെ ചങ്ങനാശ്ശേരി സൂപ്പർ കിങ്സുമാണ് എലിമിനേറ്റ് ആയിരിക്കുന്നത്. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് സ്ക്വാഡ് KVA വിത്ത് 11 അതിന്റെ തൊട്ട് താഴെ KVAയുടെ മെയിൻ ലൈനപ്പ് വിത്ത് 10 ആണ് ടോപ്പ് ഫ്രാഗ്. TJ നോക്കുവാണെങ്കിൽ 9 കില്ലോട് കൂടി 3-ാം സ്ഥാനത്തുണ്ട്. ടോക്കിയോ 6 കില്ലും. ടോക്കിയോയുടെ പ്ലെയർ സ്റ്റിൽ അലൈവാണ്. KVA ഫൈറ്റ് വിട്ടിട്ട് അവർ സോണിലേക്ക് കയറുന്നുണ്ട്. TBS കറന്റ് 1 കില്ല് മാത്രമാണ് സെക്യൂർ ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കി നോക്കാം. അറബി മാക്കിനെ കാണുമോ TBS? അറബി മാക് ട്രൈയിങ് ഹിസ് ബെസ്റ്റ് ടു ഗെറ്റ് സം പൊസിഷൻ പോയിന്റ്സ് ടു ദ ടീം RZ7 വേണ്ടി ഒറ്റയ്ക്ക് പൊരുതുന്നു മാക് അവിടെ. അതെ, RZ7 വേണ്ടിട്ട് മാക്കിന് ആ ഒരു പൊസിഷൻ പോയിന്റ് നല്ലൊരു കൊടുക്കണമെങ്കിൽ ടോക്കിയോ വേഴ്സസ് KVA.
കെവിയുടെ മെയിൻ ലൈനപ്പിന്റെ അടുത്തുനിന്ന് അടി കൊണ്ട് ഇപ്പുറത്തോട്ട് വന്ന് അടുത്ത കെവിയുടെ ലൈനപ്പിന്റെ അടുത്തോട്ട് വന്നിരിക്കുന്നു ടോക്കിയോ വേഴ്സസ് ടോക്കിയോക്ക് നല്ലൊരു സീനാവാനുള്ള സാധ്യതയുണ്ട്. ഇവര് പ്ലെയർ അഡ്വാൻറ്റേജ് വളരെ കുറവാണ്. ടോക്കിയോ ഒരു നോക്ക് ഇടുന്നു, ഷെയ്ക്കിനെ അവിടെ നോക്കാക്കിയിരിക്കുന്നു. 2 നോക്ക് എടുത്തു ടോക്കിയോ, തിരിച്ചും 2 നോക്ക് കെവി ഇടുന്നു. സ്പൈഡി അടുത്തൊരു നോക്ക് ഇടുന്നു. വൈപ്പിംഗ് ഓഫ് ബ്ലാക്ക് സ്ക്വാഡ് ഓഫ് കെവിയെ, വൈപ്പിംഗ് ഓഫ് ടോക്കിയോ. അടുത്തൊരു 3-4 കില്ലും കൂടെ കെവിയുടെ സെക്കൻഡ് ലൈനപ്പ് അവിടെ സെക്യൂർ ചെയ്യുന്നു. ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫൈനൽ സോണിലേക്ക്, ഏറ്റവും ലാസ്റ്റിലെ സോണിലേക്ക് എല്ലാ പ്ലേയേഴ്സും ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താവുമെന്ന്. ആൻഡ് ഇവിടെ പോയിന്റ് ടേബിൾ കറന്റ് അപ്ഡേറ്റ് ആയിട്ടില്ല. നമുക്ക് നോക്കാം, പോയിന്റ് ടേബിൾ വരുന്നതേ ഉള്ളൂ. ഓ ഇവിടെ അങ്ങോട്ട് തീയിട്ട് വന്നാണോ? അറബി മാക്കിനെ അവിടെ TBS മൊളട്ടോ വിട്ട് കൊന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നു കണ്ട പോച്ചലെല്ലാം തീയിട്ടോണ്ട് ഓടുകയാണ് തോന്നുന്നു. ആൻഡ് ഇവിടെ ഒരു ഫൈനൽ ഫൈറ്റുകളിലേക്ക് നമുക്ക് വരാം. TBSന് തൊട്ട് മോളിൽ ഇവിടെ കെവിയുടെ സ്കോഡ് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. നമുക്ക് നോക്കാം ഫൈറ്റ് കമ്മിറ്റ് ആവോ ഇല്ലയോ എന്നുള്ള കാര്യം. അവർ സോൺ ഔട്ടിലേക്ക് ഇറങ്ങി വരുവാണോ അതോ സോൺ ഇന്നിലേക്ക് വരുവാണോ? സോൺ ഇന്നിലേക്കാണല്ലേ. ഇവിടെ ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്ക് നോക്കാം KV vs CBS. KV vs CBS ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. TBSന്റെ ഫസ്റ്റ് നോക്ക് അവിടെ വരാനുള്ള സാധ്യത വല്ലതുപോലെ ഉണ്ട്. ആ ക്യൂബിന് അവിടെ നോക്ക് എടുക്കുന്നു. ഓ KVയുടെ മെയിൻ ലൈനപ്പ് തൊട്ടിപ്പുറത്ത് മേളിലും താഴെയായിട്ട് വിംബി അടുത്തൊരു നോക്കിടുന്നു. TBSന്റെ അടുത്തൊരു നോക്കൂടെ വിംബി ഇടുന്നു. ഹിറ്റ്മാൻ അവിടെ TBS അടുത്തൊരു നോക്കിടുന്നു. നല്ലൊരു സാൻഡ്വിച്ച് ആയിരിക്കുന്നു അവിടെ TBS. KV ഹോക്കി ഒരു നോക്കൂടെ ഇടുന്നു. സ്പൈഡി ഒരു നോക്കിടുന്നു KBSന് വേണ്ടിയിട്ട്. വിക്ടോ ഒരു നോക്കിടുന്നു. വിംബി ഒരു നോക്കിടുന്നു. ആൻഡ് വൈപ്പിംഗ് ഓഫ് TBSനെ അവിടെ വൈപ്പ് ചെയ്യുന്നു. KVA vs KVA. 4 ടീമുകൾ മാത്രം ബാക്കി. KVA vs KVA in the final circle. KVA ഫൈറ്റ് ആണ് കണ്ടോണ്ടിരിക്കുന്നത്. KVA vs KVA. ഇത് എന്താവും നമുക്ക് KVAക്ക് വേണ്ടി റാപ്പ് ഒരു വായ്പ നോക്കിടുന്നു. ക്രിസ്റ്റി ഒരു നോക്കിടുന്നു KVAക്ക് വേണ്ടിയിട്ട്. കറുപ്പൊരു നോക്കിടുന്നു BS ബ്ലാക്ക് സ്ക്വാഡിന് വേണ്ടിയിട്ട്. കറുപ്പിന്റെ വക KVയുടെ ഹോക്കിയുടെ വക ഒരു നോക്ക്, റൈഫിന്റെ വക ഒരു നോക്ക്, ഷെയ്ക്കിന്റെ വക ഒരു നോക്ക്, ബിംബിയുടെ വക ഒരു നോക്ക്. KVA vs KVA. ബിംബി ഒരു നോക്കിടുന്നു. സാത്താൻ അടുത്തൊരു നോക്കിടുന്നു. റാപ്പിന് നല്ല ടാഗ്. KVയുടെ മെയിൻ ലൈനപ്പിനെ അടിച്ച് വായ്പാക്കിക്കൊണ്ട് KVയുടെ രണ്ടാമത്തെ ലൈനപ്പ് ബ്ലാക്ക് സ്ക്വാഡ്. എന്ത് ഫൈറ്റാണ് അതെടുത്തത്. കുറച്ച് പേര് മാത്രമാണ് ഒരു കാഷ്വാലിറ്റി ഉണ്ടായത് നമ്മുടെ BS വൈപ്പിംഗ് ഓഫ് KVA. എന്റെ പൊന്നോ, 2 ടീമുകൾ മാത്രം ബാക്കി. ഒരു പ്ലെയർ ആണുള്ളത്. ആ ഒരു പ്ലെയർ ആരാണ് പൊസിഷൻ പിടിച്ചു കൊടുത്തത്? RMDX 7 പ്ലെയറെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പോലും ഒറ്റയ്ക്ക് ഷുപ്പു പറഞ്ഞ പോലെ തന്നെ തീ തുപ്പി ഷുപ്പു. ഇവിടെ ചാറ്റിൽ മെറ്റ ചറ്റ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്. മെറ്റയാണെങ്കിൽ വലിച്ചാൽ ആ ടീമിനെ ബാൻ ചെയ്യും. മെറ്റയാണെങ്കിൽ അവരവിടെ വലിച്ചോളും. നിങ്ങളത് ജഡ്ജ് ചെയ്യണ്ട, മനസ്സിലായോ? അവർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവരവിടെ വന്ന് വലിക്കുന്നതായിരിക്കും. ഓക്കെ, ചിൽ. So here we go. നമ്മുടെ ബ്ലാക്ക് സ്ക്വാഡ് വിത്ത് 31 ഫ്രാഗ് ആണ് ഒരു സെമി ഫൈനലില്. 31 ഫ്രാഗോട് കൂടി KVയുടെ ലൈനപ്പ് ആണ് ഇവിടെ ക്വാളിഫൈ ആയിട്ടുള്ളത്. KVയുടെ സെക്കൻഡ് ലൈനപ്പ് ആയിട്ടുള്ള സൗണ്ട് ഞാൻ കുറച്ച് വെക്കാം. BS ഇതിന്റെ സൗണ്ട് അല്ല കുറയുന്നല്ലേ. ഒരു മിനിറ്റ് കൈസ്. സോ ഇവിടെ നമ്മുടെ ഫൈനൽ പോയിന്റ് ടേബിൾ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് സ്ക്വാഡ് വിത്ത് 31 കില്ലോട് കൂടി #1 വിത്ത് 41 പോയിന്റ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. KVA 15 കില്ലോട് കൂടി #4 ആണ് 19 പോയിന്റ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. TJ നോക്കുവാണെങ്കിൽ 9 കില്ലോട് കൂടി #7 ആണ് 10 പോയിന്റ് ആണ് സെക്യൂർ ചെയ്തിരിക്കുന്നത്. ആൻഡ് RMDX CPA നോക്കുവാണെങ്കിൽ
ഹാസ് 2 വിത്ത് 2 കില്ലോട് കൂടി 8 പോയിന്റ് ആണ് അവർ സെക്യൂർ ചെയ്തിരിക്കുന്നത്. ടോക്കിയോ നോക്കിയാൽ ഹാസ് 6 ആണ് 6 കില്ലോട് കൂടി 8 പോയിന്റ് ആണ് സെക്യൂർ ചെയ്തിരിക്കുന്നത്. ആൻഡ് TBS നോക്കുവാണെങ്കിൽ ഹാസ് 3 ആണ് 2 കില്ലോട് കൂടി 7 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. RZ7X അറബി 5ാം സ്ഥാനമാണ്. ഹാഷ് 5 ആണ് 0 കില്ലോട് കൂടി 3 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. PSK നോക്കുവാണെങ്കിൽ ഹാഷ് 8 ആണ് 1 കില്ലോട് കൂടി 2 പോയിന്റ്സ് മാത്രമേ സെക്യൂർ ചെയ്തിട്ടുള്ളൂ. ആൻഡ് നമുക്ക് പ്ലെയർ സ്റ്റാറ്റിലേക്ക് പോവാം. പ്ലെയർ സ്റ്റാറ്റസ് ഹിയർ വി ഗോ. സോ നോക്കുവാണെങ്കിൽ BS നമ്മുടെ KVയുടെ സെക്കൻഡ് ലൈനപ്പ് ഒരു ഡോമിനേഷൻ തന്നെ ചെയ്തത്. അത് ആ ഒരു പോയിന്റ് ടേബിൾ മാത്രമുള്ള ഈ ഒരു